ഉംറക്ക് പോകുമ്പോ ഒരാളോട് ഞാൻ പറഞ്ഞു, വീട്ടില് ഉപ്പല്ലേ, ആ ഉപ്പുണ്ട്, എന്നാ ഉപ്പാന്റെ കൈ പിടിച്ച് മുസാഫയത്ത് ചുംബിച്ചോളൂ. അപ്പൊ ആൾ ചോദിക്കും, ഉസ്താദ് ചുംബിക്കണോ, കൈ പിടിച്ചാ പോരെ? നമ്മളെ നാട്ടിൽ പലർക്കും ഇതൊരു പരിചയമല്ല. സുന്നത്ത്, ഇതൊരു സുന്നത്താണ്. ബാപ്പാന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നത്, ഉമ്മാന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നത്, അതവരെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല. എന്താണ് അതിന്റെ കാരണം? ഫതുഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതിന്റെ കാരണം ബിവിലാദ, അവരാണ് ജന്മം നൽകി എന്നൊരൊറ്റ കാരണമാണ്. അവരെ ഇൽമു നീ നോക്കണ്ട, അവര് നിസ്കരിക്കുന്നവരാണോ മറ്റോ ഒന്നും നീ നോക്കണ്ട. ഉപ്പ എന്ന അർത്ഥത്തിൽ ഒരു ബഹുമാനം അവർക്കുണ്ട്, ഉമ്മ എന്ന അർത്ഥത്തിൽ ഒരു ബഹുമാനം അവർക്കുണ്ട്. ആ ബഹുമാനത്തിന്റെ പേരിൽ അവരെ കൈപിടിച്ച് ചുംബിക്കൽ സുന്നത്താണ്. അതൊരു പ്രത്യേക സുന്നത്താണ് ബഹുമാനത്തിന്റെ പേരിൽ. എന്തിനാ മാതാവിനെയും പിതാവിനെയും കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത്? ബഹുമാനത്തിനാണ്. ബാപ്പയെയും ഉമ്മയെയും കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന ബഹുമാനത്തിനാണ്. നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന മക്കൾക്ക് നമ്മൾ ആ ബഹുമാനം പഠിപ്പിക്കണം. അവർക്ക് ഇന്ന് കുറവ്, സംവിധാനങ്ങളും സൗകര്യങ്ങളൊന്നും കുറവില്ല. ഒറ്റ കുറവേ നമ്മുടെ മക്കൾക്കുള്ളൂ. എന്താണ് ആ കുറവ്? അദബ് എന്ന് പറയുന്ന സാധനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എവിടുന്നെങ്കിലും കടയിൽ നിന്ന് കിലോ കണക്കിന് തൂക്കി വാങ്ങേണ്ട ഒന്നല്ല അദബ്. അദബ് പഠിപ്പിക്കേണ്ടത് ആരാ? മാതാപിതാക്കളാണ് അദബ് പഠിപ്പിക്കേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ അദബുകളെയും പഠിപ്പിക്കുന്ന ഒരു കിതാബുണ്ട് മഹാനവറുകൾക്ക്, അൽ അദബുൽ മുഫ്രദ്. അതിലാദ്യം കൊണ്ടുവരുന്നത് മാതാപിതാക്കളോട് മക്കൾ പാലിക്കേണ്ട അദബിനെ സംബന്ധിച്ചാണ്. അവിടെ മഹാനവറുകൾ എഴുതി വെച്ചത് കാണാം, അസ്സലാഹിയ്യത്തു മിനല്ലാഹ്. കുട്ടികളെ സ്വാലിഹീങ്ങളാക്കി തരുന്നത് അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു തആല തരേണ്ടതാണ്. അതേ സമയത്ത് വൽ അദബു മിനൽ ആബാഇ, കുട്ടികൾക്ക് അദബുണ്ടാകേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. ആ അദബ് വരേണ്ടത്.